ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റേബിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഗ്യാസ് സ്റ്റവാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. നേരത്തെ ഒരു പ്രാവശ്യം പൊട്ടിച്ചായിരുന്നു, എന്ന് വെച്ചാൽ ഡാമേജ് വല്ലതും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവാണ്. നമ്മൾ അത്യാവശ്യം ക്യാമ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ഒരു ടൈപ്പാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സ്റ്റൗ. കവർ, 2 കവറിൻ്റെ ഒക്കെ അകത്താണ് ഏകദേശം. ഉണ്ടോ? അത്യാവശ്യം. പിന്നെ അതേ ഇതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ലൈറ്റർ, ഇൻബിൽറ്റ് ലൈറ്ററാണ്. ഇത് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് ഇത് ലോങ് ഹൈ ആക്കാനുള്ളത്. പിന്നെ അടിയിൽ നേരെ സംഭവം ചെയ്യും. ഇത് ഏകദേശം ഒരു 1000 താഴെ റേഞ്ച് വരും ഇതിൻ്റെ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടേക്കാം. ഇഷ്ടപ്പെട്ടവർ എന്തായാലും മേടിച്ചോ. അത്യാവശ്യം ഉപകാരപ്പെടണമാണ്. ബൈക്കിന് ട്രിപ്പ് പോകണവർക്ക് വരെ ഉപകാരപ്പെടും. ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിലോ എന്തിനു വേണമെങ്കിലും സംഭവം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ്ട ബ്യൂട്ടേൻ ഗ്യാസാണ്. ഇതിൻ്റെ വെയിറ്റ് 500 ml ആണ്. ഇതാണ് നമ്മുടെ ഈ സ്റ്റൗവിൽ യൂസ് ചെയ്യണത്, ക്യാമ്പിംഗ് ഗ്യാസ് സ്റ്റൗവിൽ. ഇതിൻ്റെ ഈ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ലോക്ക് ചെയ്യണം. ബ്യൂട്ടൻ ഗ്യാസ് നമ്മുടെ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്കിപ്പോൾ എന്തായാലും ഗ്യാസ് വേണ്ടാന്നൊന്ന് നോക്കാം. ഗ്യാസ് വന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അടുത്തായിട്ട്. എന്തായാലും ഇതുണ്ട്, ഇപ്പോൾ ലോ ആണ്. ഇതുണ്ടോ, ഹൈ ഫ്ലെയിം കാണാൻ പറ്റുള്ളത്. നമുക്കിപ്പോൾ ലോ ഫ്ലെയിമിൽ ഉള്ള എല്ലാവർക്കും അത്യാവശ്യം ഒരു നല്ലൊരു യൂസിനുള്ള സാധനമുണ്ട്. ക്യാമ്പിങ്ങിനോട് പോകുന്നവർ കയ്യിൽ ഫസ്റ്റായിട്ട് കരുതിയാൽ നല്ലതാണ്. സ്റ്റൗ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ തന്നെ ചായ വെച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ ചൂടാവില്ല എന്നൊക്കെ അറിയാലോ. കാര്യം തന്നെ ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ. എന്തായാലും സ്റ്റൗ കത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം, അധികം വെള്ളമൊന്നും വെച്ചിട്ടില്ല, കുറച്ചേ വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ആകുമെന്ന് നോക്കാമല്ലോ. ഇത് എത്ര നേരം യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒന്ന് അറിയണ്ടേ. അത് കാരണം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് എഴുതാനും മറക്കണ്ട. ഇതിപ്പോൾ കത്തിച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. സംഭവം പെട്ടെന്ന് തന്നെ തിളച്ചിട്ടാ. ഇപ്പം എന്തായാലും ചായപ്പൊടി ഇടണേണ്ട. കുറച്ച് സ്ട്രോങ് ആണ് ഇഷ്ടം. ഇത്തിരി കൂടി അങ്ങോട്ട് ഇട്ടേക്കാം. എന്തായാലും നമുക്ക് ചായ ഉണ്ടാക്കിയല്ലേ, ഒന്ന് കുടിച്ചു നോക്കാം. അപ്പം ചായ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ചായ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പെട്ടെന്ന് റെഡിയാക്കിയല്ലേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. നേരത്തെ പഞ്ചസാര ഇടാൻ മറന്നു പോയായിരുന്നു.
എന്തായാലും പഞ്ചസാര ഇട്ടിട്ട് പിടിച്ചോ. സ്ട്രോങ് ആണ് ഇത്. എന്തായാലും ചായ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ബുൾസയും കൂടി അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അതേ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടി. പാൻ ചൂടായിട്ട് അതേ മുട്ട പൊട്ടിച്ചിട്ടുണ്ടാണ് അങ്ങാട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായ്.